സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ വലിയ ഒരു ആത്മീയ പ്രഭാഷകനോ അല്ലെങ്കിൽ ആത്മീയമായി ഒരുപാട് അറിവുള്ള ഒരാളാണെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ട. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. അതേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇന്നത്തെ പുരോഹിതന്മാരോ മെഹ്താന്മാരോ അതിനെക്കുറിച്ച് പറയത്തില്ല. അതിൻ്റെ കാരണം അവർക്ക് ജീവിക്കണമെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം ആദിയിൽ എല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി ഭൂമിയിൽ പെരുകുകയെന്ന് പറഞ്ഞു. അവിടെ എന്ത് സംഭവിച്ചു? ആ സ്ത്രീ എവിടെ പോയി? ആർക്കെന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ദൈവം ആദാം മനുഷ്യനെ ഗാർഡനിൽ വരുത്തിയിട്ട് അവൻ്റെ ഭാര്യയുടെ അടുത്ത് അവിടെ മാംസം എല്ലാം പിടിപ്പിച്ചു ഒരു സ്ത്രീയെ ഉണ്ടാകേണ്ട ഗതികേട് എന്തുകൊണ്ടുണ്ടായിന്ന് ഇന്നത്തെ പുരോഹിത വർഗമോ മെത്രാനോ അല്ലെ വലിയ വലിയ സയൻറ്റിസ്റ്റുകളോ നിങ്ങൾ പറയാമോ? സ്ത്രീകളിന്നും വലിയ വലിയ പ്രവാചകിമാരായി വന്നിട്ടുണ്ട്. അവരോട് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് പറയാമോ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നിങ്ങൾ പറയത്തില്ല. സഹോദരങ്ങളെ, ചാജെന്ന് പറയുന്നത് നിസാര സംഗതിയല്ല. അവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ മുന്നേ വന്നപ്പോൾ ചോദിച്ചു, നീ ഇവിടെ പോയിട്ട് വരുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് വന്നു. അപ്പോൾ നീ എൻ്റെ ആളിനെ കണ്ടോ? അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യരെ അവൻ പറഞ്ഞു, നീ അവന് ചുറ്റും വേൾഡ് വേണ്ടി കെട്ടിയിരിക്കുകയല്ലേ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെങ്കിൽ മക്കളെ, ഈ ലോക ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഓർത്തഡോക്സ് യാക്കോബാൽ ഏത് ക്രിസ്തീയ വിശ്വാസികളുടെ സമൂഹത്തിൽ നടക്കുന്നതും ഒന്നും ദൈവം അനുവദിച്ചിട്ടുള്ളതല്ല, ദൈവഹിതമനുസരിച്ചുള്ളതല്ല. എന്തിനു വേണ്ടി നിങ്ങൾ പള്ളികൾക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നു? അവിടുന്ന് എന്ത് കിട്ടാനാ? പള്ളി എന്തിനുള്ളതാണ്? ദേവാലയം എന്തിനുള്ളതാണ്? ദേവാലയം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമല്ലാതെ ബൈരമോനെ നിന്റെ കുംഭസാരവും കുർബാനയും കാണാനുള്ള സ്ഥലമല്ലത്. വിശ്വാസികൾക്ക് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. സെറാഫിമെത്തൻ ആ ദന്തവാസി പറഞ്ഞു, അപ്പോസ്തലന്മാർ മുഖേന ഞങ്ങൾക്ക് കൈമാറി കിട്ടിയാണ് കുംഭസാരവും അതിൻ്റെ പാപമോചനം. സെറാഫീം കാര്യം പറഞ്ഞ പോലെ നീ എവിടുന്നാടാ ഇത് പഠിച്ചത്? നീ അന്ന് ലോകത്തിലുണ്ടോടാ? 1950 വർഷത്തിന് മുമ്പ്
തോമാശ്രീയ വന്ന സമയത്ത് നീ ഉണ്ടായിരുന്നോ? അല്ല, നിനക്ക് ആരാ കൈമാർത്തത്? നീ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കൈമാർത്തതിന്. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നീയൊക്കെ കഴിഞ്ഞ കാലം കൊണ്ടുപോയ, അതായത് കാലം ചെയ്തതെന്നല്ല, കാലം കൊണ്ടുപോയൊരു ഭർത്താവുണ്ട്, ഒരു ബാവ. അവൻ കാലം കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, നമ്മുടെ സഭയിലെ വിവാഹം കഴിച്ച പുരോഹിതന്മാർക്ക് പള്ളിയുടെ കാര്യങ്ങൾ അത് ചെയ്ത് അവർക്ക് സമയമില്ല വീട്ടുകാരെ നോക്കാൻ. അതുകൊണ്ട് നമ്മുടെ കടമയാണ് അവരുടെ ഭാര്യമാരെ കൊച്ചുകളെ നോക്കേണ്ടതെന്ന്. ശരി, ദരിദ്രവാസി ഇന്ന് ഓരോ ഇതും എത്ര സ്ഥലത്ത് പുരോഹിതന്മാർ ഈ ഇതിനകത്ത് വലിയ സ്ഥാനം വഹിക്കുന്നു. അതായത് പറഞ്ഞാൽ അവരോട് പറയുന്നത് പറഞ്ഞാൽ YMCAയുടെ പ്രസിഡന്റന്മാരായിട്ട് എത്ര പുരോഹിതന്മാർ ഇപ്പോഴുണ്ട്. അവർക്ക് പള്ളി ജോലിയില്ലയോ? ഒരു ദരിദ്രവാസി ഈ മാന്നാറ് ഈ YMCAയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ദരിദ്രവാസി രാജൻ വർഗീസ് പൊറ്റയ്ക്കായി പള്ളി വന്നിട്ടുണ്ടാക്കിയ ഇടപാടാണ്. അവൻ്റെ അമ്മയുടെ സാധാരണക്കാരൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നോക്കുന്ന പ്രയാസപ്പെടുന്ന സമയത്ത് ഇവരൊക്കെ മധുബഹായിൽ അവൻ്റെ വിവാഹ വാർഷികം ആഘോഷിക്കുക. അത് ആഘോഷിക്കുന്ന വെറുതല്ല, കവറയ്ക്ക് അവൻ്റെ അമ്മയുടെ അങ്ങോട്ട് കാശിന് വേണ്ടിയിട്ട്. നിന്നെയൊക്കെ ഞാൻ രാജൻ വർഗീസ് നിനക്ക് ചോടയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേ, ഇനി വേണ്ട. ഇപ്പോൾ 2 ദിവസമായ ഒരു പ്രശ്നം നടക്കുന്നു. ഒരു മെത്രാൻ ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ശരിയല്ലയോ? പക്ഷേ എങ്കിൽ അദ്ദേഹത്തെ മുടക്കാനുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, കള്ളൻ കാതോലിക്കായ്ക്ക് 3 കാർ എന്തിനാ? അവൻ്റെ ഭാര്യ വീട്ടിൽ പോകാനാണോ, അല്ലേ അവരെങ്ങോട്ട് പോകാനാണ് ഈ 3 കാറ്? കോടികൾ വരെയുള്ള കാറ്. നിന്റെ ഉണ്ടക്കള്ളൻ ജൂലിയോസിന് കൂട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ലോകത്തുനിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. നീയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം ഇത് ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ അനുഭവിക്കും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാതോലിക്ക 7ൻ്റെ കിഴങ്ങിലെ കാതോലിക്കൽ അവനെ 40 വട്ടം പരിശുദ്ധെന്ന് വിളിച്ച് പറയുന്ന ഫാദർ ഡോക്ടർ അമ്മയോട് ഞാൻ പറയുകയാണ്, എടാ നീയൊക്കെ പോയി ഇതിനേക്കാൾ നല്ലത് ഒരു കത്തിയൂടെ മേടിച്ചു തരാം, അതുകൊണ്ട് പോയി മറ്റേ പണി ചെയ്യുക.